കണ്ണൂർ ജില്ലയിൽ SIR പ്രവർത്തനങ്ങൾ 100% പൂർത്തീകരിച്ച ആദ്യ BLO ആയി പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ 96-ാം ബൂത്ത് BLO S. രജനീകാന്ത്. പയ്യന്നൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ പ്ലാനിംഗ് ആൻഡ് മോണിറ്ററിംഗ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് അദ്ദേഹം. കുടുംബശ്രീ പ്രവർത്തകരുടെ അടക്കം സഹായത്തോടെയാണ് താൻ ജോലി പൂർത്തിയാക്കിയതെന്ന് രജനീകാന്ത് 24-നോട് പറഞ്ഞു. SIR നടപടിക്രമവുമായി ബന്ധപ്പെട്ട് BLOമാർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ണൂരിൽ ആദ്യമായി 100% SIR ജോലികളും പൂർത്തിയാക്കിയ ഒരു BLO എനിക്കൊപ്പം ഇപ്പോൾ ഉണ്ട്. കണ്ണൂർ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ 96-ാം ബൂത്തിലെ BLO ആയിട്ടുള്ള രജനീകാന്ത് ആണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടാണല്ലോ, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ പോലെ വളരെ ഫാസ്റ്റായി എല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഫീൽഡിലൊരു എക്സ്പീരിയൻസ്? എത്ര വോട്ടർമാരൊക്കെ ഉണ്ടായിരുന്നു? നല്ല അനുഭവങ്ങളായിരുന്നു. കാരണം കൂടുതലും എൻ്റെ നാട്ടിൽ തന്നെയുള്ള ബൂത്താണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ നാട്ടുകാർ തന്നെയാണ്. എല്ലാവരുമായിട്ട് നല്ല ഒരു പരിചയവും നല്ലൊരു ബന്ധവും ഉള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ആളുകൾ കൂടുതലായിട്ട് ഡെയിലി ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. ഇവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്? പ്രധാനമായിട്ടും ഇപ്പോൾ ഈ 2002 വിവരങ്ങൾ ചേർക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ആളുകൾക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തത്? നമുക്ക് ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ ഒരുപാടുണ്ട്. അപ്പം ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മീറ്റിങ്ങുകളൊക്കെ വെക്കുകയാണെങ്കിൽ അതുവഴി ഈ ക്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യങ്ങൾ പറയുന്ന രീതിയാണ് പ്രധാനം. ഈ 2002 പട്ടികയിൽ ഇപ്പോൾ ഒരാൾ ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു 25 വയസ്സുള്ള ഒരാളുടെ കഴിഞ്ഞ 23 വർഷം മുമ്പാണല്ലോ നടന്നത്. അപ്പോൾ അത് ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആരും ആ പട്ടികയിൽ ഇല്ല എങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആളുകൾക്കുള്ളൊരു സംശയം. അല്ല, ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്ത എല്ലാവരും തന്നെ ഇനി December 9 പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഇതിൽ നിന്ന് പുറത്താകുമെന്നുള്ള ഒരു ഭയോ എന്നൊന്നും എൻ്റെ നാട്ടിലെ ആളുകൾക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ ക്ലാസ്സിൽ അതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും കളക്ടറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫൈനലി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഈ പേര് രജനീകാന്ത് എന്നുള്ളത് അതിലെന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അത്ര തന്നെ. അപ്പോൾ എന്തായാലും ഇദ്ദേഹം വളരെ കൃത്യമായി വളരെ വേഗത്തിൽ ഈ ജോലികൾ പൂർത്തിയാക്കി. കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായി ഈ എന്യൂമറേഷൻ ഫോമുകളെല്ലാം നൽകി അത് തിരിച്ച് കളക്ട് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് ഫുൾ ട്രാക്ക് റെക്കോർഡിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു BLO ആണ്, ആദ്യത്തെ BLO ആണ്. എന്തായാലും കളക്ടർ അവാർഡൊക്കെ നൽകിയിട്ടുണ്ട്. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.